വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി PSCയുടെ മുൻവർഷ ചോദ്യങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഇവിടെ 1/1/2015 ഒരു വ്യാഴാഴ്ചയാണെങ്കിൽ 1/1/2020 ഏത് ദിവസമായിരിക്കും എന്ന ചോദ്യം. അപ്പോൾ ഈ വർഷങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണണം. 2020ഉം 2015ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5 വർഷം വരും. 5. ഇനി ഈ 2015 മുതൽ 2020 വരെ ആ ഡേറ്റ് ഉൾക്കൊള്ളുന്നത് ഇപ്പോൾ 1/1/20. അപ്പോൾ അതിവർഷം ഏതൊക്കെയാണ് വരിക? 2016 വരും, 2020 വരും. 2020 നമുക്ക് എടുക്കണ്ട, കാരണം ഫെബ്രുവരി വരുന്നില്ല. 1/1/20, അതായത് ജനുവരിയെ വരുന്നുള്ളൂ. ഇപ്പോൾ ഈ ഒരൊറ്റ വർഷമേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു അതിവർഷത്തിൽ ഒരു ദിവസം ഫെബ്രുവരി കൂടുതലായിരിക്കും, 29 ദിവസം ഉണ്ടാകും. അതുകൊണ്ട് ഈ 5ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടണം. 2020 എടുക്കണ്ട, 1/1/20 വരെ, ജനുവരി 1 വരെ വരുന്നുള്ളൂ. അപ്പോൾ 6, 5 + 1 6 തന്നിരിക്കുന്ന വ്യാഴത്തിൻ്റെ കൂടെ 6ഉം കൂടി കൂട്ടിയാൽ മതി. അതായത് വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ. ബുധനാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ B ആണ് ഉത്തരം. ഈ വർഷങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണുക. 2015ഉം 2020ഉം തമ്മിലുള്ള വ്യത്യാസം 5. 2020 2015 കുറയ്ക്കുക 5. ഇനി 1/1/20 വരെ, 1/1/2015, 2015 മുതൽ 2020 വരെ എത്ര അതിവർഷം വരുമെന്ന് നോക്കുക. അതായത് 2016 വരും, 2020 വരും. പക്ഷേ 2020 ഈ ഡേറ്റ് വരുന്നില്ല, ഫെബ്രുവരി വരുന്നില്ല. അതുകൊണ്ട് അത് എടുക്കണ്ട. 2016 വരും. 2016 അത് എങ്ങനെയാണ് നോക്കുകയെന്ന് വെച്ചാൽ 4 കൊണ്ട് നിശേഷമായിരിക്കാൻ പറ്റുന്ന വർഷം. 4ൻ്റെ 400 മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നതാണ് അതിവർഷം വരുന്നത്. അവിടെ ഫെബ്രുവരി 1 ഒരു ദിവസം കൂടുതൽ കാണും. അതുകൊണ്ട് ഈ വർഷങ്ങളുടെ വ്യത്യാസം 5ൻ്റെ കൂടെ 1 കൂടെ കൂട്ടുക, 6. തന്നിരിക്കുന്ന വ്യാഴത്തിൻ്റെ കൂടെ 6, വ്യാഴം + 6 ദിവസം. അതായത് വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ. ബുധനാണ് ഇവിടുത്തെ ഉത്തരം. അതുപോലെ അംശബന്ധം സംബന്ധിച്ചൊരു ചോദ്യം നോക്കാം. 3:5, അതായത് 3 അംശബന്ധം 5 എന്ന് പറയുന്നത് x അംശബന്ധം 45 ആയാൽ x-ൻ്റെ വില കാണുക. അതായത് 3:5 എന്ന് പറഞ്ഞാൽ x/45. അങ്ങനെ ആയാൽ നമുക്ക് ഇങ്ങനെ എഴുതാം: 3/5 = x/45. അംശബന്ധത്തിലുള്ള ഒരു തിയറിയാണ്. 3:5 2 അംശബന്ധങ്ങൾ തുല്യമായാൽ അവ ഡിവൈഡ് ചെയ്യുന്നത് അതിൻ്റെ ഡിവിഷനും തുല്യമായിരിക്കും. If a/b = c/d ആയാൽ a/b = c/d. അതേപോലെ നമുക്ക് ഇത് എഴുതാം. ഇനി ഇതാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 5 × x = 3 × 45. 5 ക്രോസ് കണ്ടി 5 × x = 3 × 45. അതായത് x-ൻ്റെ വില കാണാൻ എന്ത് ചെയ്താൽ മതി? 3 × 45 കൂടെ കിടക്കുന്ന 5 ഇട്ട് ഹരിക്കുക. ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 × 9 27 എന്ന് വരും ഉത്തരം. ഓപ്ഷൻ C 27 ആണ്. നമുക്ക് ഈ അംശബന്ധത്തിലൊരു നിയമമുണ്ട്. 2 റേഷ്യോസ് തുല്യമായാൽ, ഈ a/b = c/d ആയാൽ, 2 അംശബന്ധങ്ങൾ തുല്യമായാൽ ഇങ്ങനെ എഴുതാം: a/b = c/d എന്ന് എഴുതാം. അതേ നിയമമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. 3:5 = x/45. അതായത് 3/5 = x/45. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇങ്ങനെ 5 × x = 3 × 45. അതായത് x-ൻ്റെ വില കാണാൻ കൂടെ കിടക്കുന്ന 5 ഇവിടെ കൊണ്ടുവന്ന് ഹരിച്ചാൽ മതി. 3 × 45/5. ഈ 5 45 കൂടെ കട്ട് ചെയ്യാം. അതായത് 3 × 9 = 27 ആണ് ഉത്തരം. ഓപ്ഷൻ C 27 ആണ് ഉത്തരം. 300ൻ്റെ 50% x-ൻ്റെ 25% ആയാൽ x-ൻ്റെ വില കാണുക. അതായത് 300ൻ്റെ 50% എന്ന് പറയുന്നത് x-ൻ്റെ 25% തന്നിട്ടുണ്ട്. ഇവിടെ ഇൻ്റെ വരുന്നിടത്താണ് ഗുണമാണ്. അതായത് 300 × 50% എന്ന് പറഞ്ഞാൽ 50/100 = x-ൻ്റെ ഇവിടെ വന്നാൽ അവിടെ ഗുണമാണ് 25%. അതായത് 25/100. ഈ 100 2 സൈഡിൽ ഈക്വൽ സൈൻ അപ്പുറം ഇപ്പുറം വന്നാൽ കട്ട് ചെയ്ത് കളയാം ഒരുപോലുള്ളത്. അതായത്
എക്സ് ഇൻറ്റു 25 സമം 300 ഗുണം 50. അപ്പോൾ എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? 300 ഗുണം 50 ഡിവൈഡഡ് ബൈ 25. 25 2 50. അതായത് 300 ഗുണം 2 സമം 600 വരും ഉത്തരം. ഓപ്ഷൻ സി 600 ഉത്തരം. 300ൻ്റെ 50% എന്ന് പറയുന്നത് എക്സിൻ്റെ 25%. അത് എക്സിൻ്റെ 25% തന്നിട്ടുണ്ട്. 300 ഗുണം 50/100 സമം എക്സിൻ്റെ എക്സ് ഗുണം 25/100. അതായത് ഈ 100 രണ്ട് സൈഡിലും താഴെ ഛേദത്തിലുണ്ടായിട്ട് കട്ടാക്കളയാം. ഇവിടെ എക്സ് ഇൻറ്റു 25 എന്ന് പറയുന്നത് 300 ഗുണം 50. അപ്പോൾ എക്സ് കാണാൻ കൂടെ കിടക്കുന്ന 25 ഇവിടെ കൊണ്ടുവന്ന് ഹരിച്ചാൽ മതി. 300 ഗുണം 50/25. 25 50 കൂടെ കട്ട് ചെയ്യുമ്പോൾ 25 2 50. 300 ഗുണം 2 600 ഉത്തരം. ശരാശരി സംബന്ധിക്കുന്ന ചോദ്യമാണ്. ആവറേജ് ശരാശരി കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ആകെ എന്ത് അളവാണോ വയസ്സാണോ മാർക്കാണോ ആകെ ഡിവൈഡഡ് ബൈ എണ്ണം, ആകെ എണ്ണം. അതായത് ഇവിടെ അങ്ങനെ ആണെങ്കിൽ അങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ടോട്ടൽ കാണാൻ എന്ത് ചെയ്താൽ മതി? ആവറേജും ശരാശരി എണ്ണവും കൂടെ ഗുണിച്ചാൽ മതി. ഇവിടെ 4 കുട്ടികളുടെ ശരാശരി 6 തന്നിട്ടുണ്ട്. 4 കുട്ടികളുടെ ആകെ വയസ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? ആകെ വയസ്സ് കാണാൻ ടോട്ടൽ കാണാൻ വേണ്ടി ഈ ആവറേജും എണ്ണവും കൂടെ ഗുണിച്ചാൽ മതി. ആവറേജ് എത്ര തന്നിട്ടുണ്ട്? 7 ഗുണം 4 സമം 28. ഇനി അഞ്ചാമത് ഒരു കുട്ടിയും കൂടെ വന്നു. അപ്പം 5 കുട്ടികളായപ്പോൾ അവരുടെ ആകെ വയസ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ കാണാൻ എന്ത് ചെയ്താൽ മതി? അതായത് ശരാശരി 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. അഞ്ചാമതൊരു കുട്ടി വന്നപ്പോൾ ശരാശരി 6. ശരാശരി ഗുണം എണ്ണം 4 പേരെന്നുള്ളത് 5. അതായത് 30. ഇനി ഇവരുടെ വയസ്സുകൾ അഞ്ചാമതൊരു കുട്ടി വന്നപ്പോൾ ഇവരുടെ ആകെ വയസ്സ് 6 ഗുണം 5. അതായത് ശരാശരി 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 പേരുമായി. 4 എന്നുള്ളത് 5. അപ്പോൾ ഇവരുടെ ആകെ വയസ്സ് 5 കുട്ടികളുടെ ആകെ വയസ്സെന്ന് പറയുന്നത് ഇത് ക്രോസ് മൾട്ടിപ്പിൾ ആവറേജ് നമ്പർ കൂടെ ഗുണിച്ചാൽ മതി. ആകെ കാണാൻ ആവറേജ് കാണാൻ ശരാശരി കാണാൻ ടോട്ടൽ ബൈ നമ്പർ. അപ്പോൾ ഇത് ടോട്ടൽ കാണാൻ ആകെ സമം ശരാശരി നമ്പർ കൂടെ ഗുണിക്കുക. അതായത് ആദ്യം 4 കുട്ടികളുടെ ആകെ വയസ്സ് 7 ഗുണം 4. അതായത് ശരാശരി 7, 4 പേരെണ്ണം 28. ഇനിയും 5 കുട്ടികൾ അഞ്ചാമത് ഒരു കുട്ടിയും കൂടെ വന്നപ്പം ആകെ വയസ്സ് ടോട്ടൽ വയസ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? എത്ര ശരാശരി 6. എത്ര പേരാണ്? 5. 4 എന്നുള്ള 5 സമം 30. അങ്ങനെയാണെങ്കിൽ അഞ്ചാമത് വന്ന കുട്ടിയുടെ വയസ്സ് എത്രയെന്നറിയാൻ വേണ്ടി 30-ൽ നിന്ന് എത്ര കുറച്ചാൽ മതി? 30-ൽ നിന്ന് 28 കുറച്ചാൽ മതി. അതായത് 2 വരും ഉത്തരം. 30-ൽ നിന്ന് 28 കുറച്ചാൽ 2 വരും ഉത്തരം. അതായത് ഒരിക്കൽ കൂടെ പറയാം. ആവറേജ് അല്ലെങ്കിൽ ശരാശരി കാണാൻ ഒരു ഫോർമുല ഉണ്ട്. ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. ശരാശരി സമം ആകെ ഡിവൈഡഡ് ബൈ എണ്ണം. അതായത് ആകെ കാണാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ കാണാൻ ആവറേജും നമ്പറും കൂടെ ഗുണിച്ചാൽ മതി. അതായത് 4 കുട്ടികളുടെ ആകെ വയസ്സപ്പോൾ എത്ര വരും? ആകെ വയസ്സ് 4 കുട്ടികളുടെ ശരാശരി എത്ര തന്നിട്ടുണ്ട്? 7. ശരാശരി ഗുണം കുട്ടികളുടെ എണ്ണം അതായത് 28. ഇനി 5 കുട്ടികൾ അഞ്ചാമതൊരു കുട്ടിയും കൂടെ വന്നു. 5 കുട്ടികളുടെ ആകെ വയസ്സ് കാണാൻ ടോട്ടൽ കാണാൻ എന്ത് ചെയ്താൽ മതി? ശരാശരി അന്നേരം എത്ര ആയെന്ന് പറഞ്ഞിട്ടുണ്ട്? 6. ശരാശരി 6. കുട്ടികളുടെ എണ്ണം 5. അതായത് 6 ഗുണം 5 30. അഞ്ചാമതൊരു കുട്ടിയും കൂടെ വന്നപ്പോൾ ആകെ വയസ്സ് 30. 4 കുട്ടികളുടെ ആകെ വയസ്സ് 7 ഗുണം 4 28. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ മതി. അഞ്ചാമത് വന്ന കുട്ടിയുടെ ശരാശരിയാണ്. 30 28 പോകെ 2. 2 ഉത്തരം. ഓപ്ഷൻ എ 2 ഉത്തരം. ഇനി അടുത്തത് 4³ സമം 2p ആയാൽ പിയുടെ വില കാണുക. 4³ അതായത് 2 ഇത് രണ്ടും 2ൻ്റെ പവറാക്കി എഴുതണം. അതായത് നമുക്ക് എക്സ്പോണൻഷ്യൽ തിയറി വെച്ച് ചെയ്യാൻ പറ്റും. അതായത് 4-ന് പകരം 2² ദ ഹോൾ ക്യൂബ്. 4³ 4-ന് പകരം 2² സമം 2p. ഇതായത് രണ്ടും ഒരുപോലെ ബേസ് ആക്കാം. 2ൻ്റെ പവർ ആക്കിയാൽ ഇവിടെയും 2 ഇവിടെയും 2 വരുമ്പോൾ നമുക്ക് പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. എക്സ്പോണൻഷ്യൽ തിയറി.
അതായത് എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ സമം എ റൈസ് ടു എം ഇൻറ്റു എൻ. അതേ മോഡലിലാണിത്. 2 ദ ഹോൾ റൈസ് ടു 3 സമം 2 പി. 2 ഇൻറ്റു 3 എം ഇൻറ്റു എൻ സമം 2 പി, വിച്ച് ഇംപ്ലൈസ് 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 6 സമം 2 പി. അതായത് കൃത്യങ്ക നിയമം അനുസരിച്ച് ഇവിടെ ബേസ് രണ്ടും തുല്യമാണ്. ഇവിടെ രണ്ടിടത്തും 2 ആയാൽ പവേഴ്സ് തുല്യമാണ്. ഈ 6ഉം പിയും തമ്മിൽ തുല്യമാണ്. അതായത് 6ആണ് പിയുടെ ഉത്തരം. പിയുടെ ബല ഓപ്ഷൻ എ 6ആണ്. ഇത് 2 പവർ 2 ഇവിടെ 2ആണ്. അപ്പം 4ന് 2ൻ്റെ ഇത് എഴുതുമ്പോൾ 4 എന്ന് പറയുന്നത് 2² റേസ് ടു 3 സമം 2 റേസ് ടു പി. അതായത് എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ കൃത്യങ്ക നിയമം അനുസരിച്ച് എ റേസ് ടു എം എൻ വരും. 2 ദ ഹോൾ റേസ് ടു 3 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 3 2 ഇൻറ്റു 3 സമം 2 പി, വിച്ച് ഇംപ്ലൈസ് 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 6 സമം 2 പി. ഇവിടെ ബേസ് രണ്ടും തുല്യമാണ്. ഇവിടെ 2 ഇവിടെ 2. അങ്ങനെയാണെങ്കിൽ പവേഴ്സ് തുല്യമായിരിക്കും. ഇവിടെ 6 ഈക്വൽ ടു പി. ഇവിടെ പവർ ഇവിടെ 6 ഇവിടെ പി 6 ഈക്വൽ ടു പി. അപ്പോൾ പിയുടെ വില 6. ഇവിടെ 2, 1, 3 ഇടയിലുള്ള ഭിന്നസംഖ്യയായിരുന്നു. ഇതൊരു ട്രിക്ക് വെച്ച് ചെയ്യാം നമുക്ക്. 2, 1, 3, ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക, ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. 10, 2, 10, 10/2 എന്ന് പറഞ്ഞാൽ 5 വരും. ഇവിടെ 3 പോയിൻറ്റ് സംതിങ് വരും. അപ്പം 3നും 5നും ഇടയ്ക്കുള്ള ഫ്രാക്ഷനാണ് എഴുതേണ്ടത്. അതായത് 4-1, 7-4. ഇതൊരു ട്രിക്കാണ്. ഇതൊന്ന് എടുത്ത് എഴുതുക. 4-3, 5-2. അപ്പോൾ ഇവിടെ മുകളിലെല്ലാം 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ വാല്യൂ നോക്കിയാൽ മതി ഏത് ഫ്രാക്ഷൻ എടുത്തപ്പോഴാണ്. 10/4 എന്ന് പറഞ്ഞാൽ 2 പോയിൻറ്റ് സംതിങ് വരും. അവിടെ 3നും 5നും ഇടയ്ക്ക്. അപ്പോൾ അതല്ല. 7, 5, 35, 5 പോയിൻറ്റ് സംതിങ്. 5-നേക്കാൾ കൂടുതലാണ് വരുന്നത്. ഇനി 4, 7, 28, 7 പോയിൻറ്റ് സംതിങ് എന്ന് വരും. അപ്പോൾ ഇതുമല്ല. അടുത്തത് ഇത് 4 വരും ഉത്തരം. അപ്പോൾ ഈ 4ാമത്തെ ഫ്രാക്ഷനാണ് ഉത്തരം. 2/5. ഇത് നോക്കാൻ വേണ്ടി ഇതിന് 0 ഇട്ട് കൊടുക്കുക, ഇതിന് 0 ഇട്ട് കൊടുക്കുക. 10/2 എന്ന് പറയുന്നത് 5. 10/3 എന്ന് പറയുന്നത് 3 പോയിൻറ്റ് സംതിങ് വരും. അതായത് 3നും 5നും ഇടയ്ക്ക് വരും. ഈ ഫ്രാക്ഷനെല്ലാം നിരത്തി പിടിച്ച് എഴുതിയിട്ട് ഓരോന്നിലും മുകളിൽ 0 ഇട്ട് കൊടുത്തിട്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ഇത് ആദ്യത്തെ 2 പോയിൻറ്റ് സംതിങ് അതല്ല, 3നും 5നും ഇടയിലാണ് വരണ്ടേ. അടുത്ത 5 പോയിൻറ്റ് സംതിങ്, 5 കവിയാൻ പാടില്ല, അതല്ല. ഇത് 7 പോയിൻറ്റ് സംതിങ് വരും. 4, 7, 28, 7.5 വരും, അതല്ല. ഇതാണ് ഉത്തരം. 4 വരും ഇതിൻ്റെ ഉത്തരം. 4 എന്ന് പറയുന്നത് 5നും 3നും ഇടയ്ക്ക്. അപ്പോൾ ഇത് 4ാമത്തെ ഫ്രാക്ഷൻ എടുത്തു. അപ്പോൾ ഇതിൽ വലുത് ഏതെന്നറിയാൻ അങ്ങ് സ്ക്വയർ ചെയ്താൽ മതി. 2ൻ്റെ സ്ക്വയർ എത്ര? 4 × 15, അതായത് 60 വരും. ഇവിടെ 3ൻ്റെ സ്ക്വയർ എത്ര? 9 ഗുണം സ്ക്വയർ റൂട്ട് സ്ക്വയർ ചെയ്യുമ്പോൾ സ്ക്വയർ അങ്ങ് മാറും. 99. ഇത് 64 × 5 320. ഇത് 100 × 2, അതായത് 200 വരും. 60, 99, 300. അതിപ്പോൾ 8√5 ഉത്തരം. അങ്ങ് സ്ക്വയർ ചെയ്താൽ മതി ഓരോന്നിൻ്റെ. ഇത് 2 സ്ക്വയർ ഗുണം റൂട്ട് 15ൻ്റെ 15, 15 × 60. 3 സ്ക്വയർ ഗുണം റൂട്ട് 15ൻ്റെ 15, 99. ഇവിടെ 8ൻ്റെത് 8 64. പിന്നെ റൂട്ട് 5ൻ്റെ സ്ക്വയർ 5, 64 × 5 320. അപ്പോൾ ഇതാണ് ഉത്തരം. 10 റൂട്ട് 2, അതായത് 10ൻ്റെ സ്ക്വയർ 100, റൂട്ട് 2ൻ്റെ സ്ക്വയർ 200. അപ്പോൾ ഏറ്റവും വലുതേതാ? 8√5. 3/7 ഡിവൈഡഡ് ബൈ 2/7. 2/7 കൊണ്ട് ഹരിക്കാൻ വന്നാൽ ആദ്യത്തെ ഭിന്നം അങ്ങനെ തന്നെ എഴുതുക. രണ്ടാമത്തെ ഭിന്നത്തിൻ്റെ വ്യുൽക്രമം, അതായത് നേരെ തിരിച്ചിട്ടും ഗുണിച്ചാൽ മതി. 7 വെട്ടിപ്പോയിട്ട് 3/2 കിട്ടും. ഓപ്ഷൻ എ. രണ്ടാമത്തെ ഭിന്നസംഖ്യ ഹരിക്കാൻ വന്നാൽ രണ്ടാമത്തെ ഭിന്നസംഖ്യ തിരിച്ചിട്ട് ഗുണിക്കും. 7 കട്ടായി പോയിട്ട് 3/2. ഇനി 101 × 99. A+B × A - B എന്ന് പറയുന്നത് A² - B². ആ രൂപത്തിൽ എഴുതുക. ഇവിടെ ഇതിനെ 100 + 1 എന്ന് എഴുതാം. 101-നെ 100 - 1, A+B × A - B, A² - B², A² - B². 100ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 0 വരും. 1 ഇട്ടിട്ട് 4 0 -1 സമം 9999. ഇത് വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. A+B × A - B മോഡൽ. A², 101-ന് 100 + 1, മറ്റേ 100 - 1 99. A² - B². അത് 100ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10,000 1 പോക 9999 വരും ഉത്തരം.
0.5 തുല്യമല്ലാത്തത് ഏതെന്നാ ചോദിച്ചേക്കുന്നത്. 5/10 എന്ന് പറഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം. ഇത് 0.5 ആണ്. 5 തുല്യമല്ലാത്തതാ ചോദിച്ചേ. ഇവിടെ 5/100 എന്ന് പറഞ്ഞാൽ 5 എഴുതിയിട്ട് 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി കൂത്തരണം. 0.05. ഇവിടെ 0.5. ഇവിടെ 3 സ്ഥാനം 500 അങ്ങ് എഴുതുക. എന്നിട്ട് വലത്തുനിന്ന് അടുത്തോട്ട് 1, 2, 3 സ്ഥാനം കുത്തുക. അതായത് ഇവിടെ 0.5 ആണ്, ഇവിടെ 0.5 ആണ്, ഇവിടെ 0.5 ആണ്. ഇതാണ് 0.05. 5/100 ആണ് ഉത്തരം. ഇത് 10 ആകുമ്പോൾ ഒരു സ്ഥാനം മാറ്റി കുത്തിടുക. ഇവിടെ 5/100 എന്ന് പറഞ്ഞാൽ 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിടുക. 1, 2. 2 സ്ഥാനം ഇല്ലാത്തതുകൊണ്ട് ഒരു 0 കൊടുത്തു. ഇവിടെ 50/100 എന്ന് പറഞ്ഞാൽ 50 അങ്ങ് എഴുതുക. എന്നിട്ട് 2 സ്ഥാനം മാറ്റി കുത്തിടുക. 1, 2. അതായത് 0.50 എന്ന് പറഞ്ഞാൽ 0.5 തന്നെ. തുല്യമല്ലാത്ത ചോദിച്ചേ. ഇനി 500/1000. 500 അങ്ങ് എഴുതുക. 3 സ്ഥാനം മാറ്റി കുത്തിടുക. 1, 2, 3. അതായത് 0.5 കഴിഞ്ഞ് എത്ര 0 വന്നാലും 0.5. ആ 0-ന് വിലയില്ല. ഈ 0-ന് വിലയില്ല, ഇതിന് വിലയില്ല. ഇതെല്ലാം 0.5 ആണ്. രണ്ടാമത്തെ 5/100 ആണ് ഉത്തരം. അതായത് 0.05. 0.5 തുല്യമല്ല. അതുപോലെ ഇവിടെ 3, 2, 6 LCM കാണണം. പറ്റാത്ത അങ്ങനെ എഴുതി. അതായത് 3, 1, 1, 1. LCM എത്ര വരും? 6 വരും. LCM 6 വരും. അപ്പം ഇതിനെ അങ്ങ് LCM പോലെ ആക്കിയാൽ മതി. ആദ്യത്തെ ഫ്രാക്ഷനെ ഛേദത്തിൽ 3 ആയതുകൊണ്ട് 2 ഇട്ട് ഗുണിച്ചാൽ 6 വരും. അതുപോലെ താഴെ മുകളിലും ഗുണിക്കണം. 2 × 2 3 × 2 മൈനസ് ഇവിടെ ഛേദത്തിൽ 2 ആണ്. 2ൻ്റെ കൂടെ 3 കൂടി ഇട്ട് ഗുണിച്ചാലേ LCM ആകത്തുള്ളൂ. 6 കിട്ടണം. അതായത് 3 ഇട്ട് താഴെ ഗുണിക്കണം, മുകളിലും ഗുണിക്കണം, വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ. പ്ലസ് ഇത് 6 ആയതുകൊണ്ട് ഒന്നും ചെയ്യണ്ട, അങ്ങനെ തന്നെ എഴുതാം. 2 × 2 4/6 മൈനസ് 3/6 പ്ലസ് 5/6. അപ്പം ഛേദമെല്ലാം ഒരുപോലെ ആയതുകൊണ്ട് ഇനി അങ്ങ് ക്രിയ ചെയ്താൽ മതി. 4 മൈനസ് 3 പ്ലസ് 5. അതായത് 1 പ്ലസ് 5/6. അതായത് 6/6 സമം 1. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇത് കൂടെ പറയാം. LCM കാണുന്നു. LCM കാണുമ്പോൾ 6 കിട്ടുന്നു. 3, 2, 6ൻ്റെ LCM 6. അപ്പോൾ LCM പോലെ ആക്കാൻ ഈ 3ൻ്റെ കൂടെ 2 ഗുണിക്കുക. അപ്പോൾ താഴെ മുകളിൽ ഒരുപോലെ ഇട്ട് ഗുണിക്കണം. 2 × 2 3 × 2. ഇനി ഇവിടെ 2 ആയതുകൊണ്ട് 3 ഇട്ട് ഗുണിക്കണം. താഴെ മുകളിൽ ഒരുപോലെ ഇട്ട് ഗുണിക്കണം. 1 × 3 2 × 3. എല്ലാം താഴെ എല്ലാം 6 ആക്കിയാൽ മതി. ഇവിടെ 6 ആയതുകൊണ്ട് ഒന്നും ചെയ്യണ്ട. 4/6 മൈനസ് 3/6 പ്ലസ് 5/6. ഇത് ഇനി ക്രിയ ചെയ്താൽ മതി. 4 മൈനസ് 3 പ്ലസ് 5/6 സമം 4 മൈനസ് 3 1. 1 പ്ലസ് 5/6 6/6 ഉത്തരം 1 ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.